എന്തുകൊണ്ട് വികസിത കേരളത്തിന് BJP എന്നും ഒരു മാറ്റം കേരളത്തിന് അനിവാര്യമാണെന്നും പറയുന്നു? അതിന് കാരണമുണ്ട്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം അവശേഷിക്കെ, ഒരു മാസമില്ല ആഴ്ചകൾ മാത്രം അവശേഷിക്കെ LDFന് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം UDFനെ നയിക്കുന്ന കോൺഗ്രസും ഇതാ പ്രശ്നങ്ങളുടെ നടുകടൽപ്പെട്ട് ഉഴലിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചാലും ക്യാപ്റ്റനും പൈലറ്റുമൊക്കെ ഇനി കരകയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവിടെയാണ് കേരളം ഒരു ബദൽ തിരഞ്ഞെടുക്കേണ്ടത്. എന്നും കേരളം എല്ലാ വിഷയത്തിലും മാതൃകയാണ്. ഈ 2026 ബദലായി NDA തിരഞ്ഞെടുത്ത് കേരളം വീണ്ടും ഒരു മാതൃക കാട്ടിയില്ലെങ്കിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിലേക്ക് ജനത്തെ ഈ ഇടതും വലതും ചേർന്ന് മാറ്റും, ഒരു സംശയവുമില്ല. ജനത്തിന് പ്രതികരിക്കാൻ എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ അതിന് BJP ഉണ്ട് ഇനിയൊപ്പം. ഇത്തവണ കേരള നിയമസഭയിലേക്ക് BJPയുടെ 2 അക്ക പ്രതിനിധികൾ വലതുകാൽ വച്ച് കയറണം. വികസിത കേരളം എന്തെന്ന് അവർ കാട്ടിത്തരും. കേരളം ചെയ്യേണ്ടത് ഇത്ര മാത്രം: ശരിയായ തീരുമാനം ഈ ശരിയായ സമയത്ത് തന്നെ കൈക്കൊള്ളുക. ഭരണത്തുടർച്ച ഉറപ്പാണെന്ന CPM-ൻ്റെ അഹങ്കാരത്തിനും എന്തു വന്നാലും അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന കോൺഗ്രസിൻ്റെ അവകാശവാദത്തിനും കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നു. അത് ജനം തിരിച്ചറിയണം. ഇരു പാർട്ടികളുടെ നേതാക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ അണികൾ കടുത്ത നിരാശയിലുമാണ്. ജട്ടി തൊണ്ടി മുതൽ കേസിലും വാളകത്തെ വീട്ടിലെ അവിഹിതത്തിലുമൊക്കെ ഇടത് മന്ത്രിമാരും MLA-മാരുമൊക്കെ പെട്ടിരിക്കുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് നിസ്സംശയം പറയാം, ഞങ്ങൾ നിഷ്പക്ഷരാണ്, ജനങ്ങൾക്കൊപ്പമാണ്. ഇരു പാർട്ടികളുടെയും തനിനിറം തിരിച്ചറിഞ്ഞ് ജനം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നെന്ന് ഉറപ്പ്. CPM-ലെ പ്രശ്നങ്ങൾ ഇവിടെയൊന്നും അവസാനിക്കില്ല. സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയപ്പോൾ പ്രമുഖരായ പലർക്കും സീറ്റില്ല. മത്സരിക്കാൻ ആഗ്രഹിച്ച കണ്ണൂരിലെ 3 ജയരാജന്മാർക്കും നിയമസഭാ സ്പീക്കർ ഷംസീറിനും പാർട്ടി സീറ്റ് മനഃപൂർവ്വം നൽകിയില്ല. സീറ്റ് നൽകാതെ താഴെപ്പെട്ടവരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ഏറെ ഒരു സീറ്റ് കാത്തിരുന്ന P. ശശിയും ഉൾപ്പെടുന്നു. ജയിക്കുമെന്നുറപ്പുള്ള മട്ടന്നൂരിൽ നിന്നും മുൻമന്ത്രി KK ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റിയത് ജയം ഉറപ്പാക്കാതിരിക്കാനാണ്. CPM നേതാക്കളിൽ പലരും തിരഞ്ഞെടുപ്പൊന്നും കഴിഞ്ഞു കിട്ടാൻ കാത്തിരിക്കുകയാണ്. പാർട്ടിയെ പിണറായി പിടിച്ചടക്കിൻ്റെ പ്രതികരണങ്ങൾ ഇനി മറ്റൊരു തരത്തിലാകും കേരളം കാണേണ്ടി വരിക. അതിൽ അധികാരം കൂടി ഇനി ഒരു തവണ കൂടി കിട്ടിയാൽ പറയുകയേ വേണ്ട, ഉടുതുണിക്ക് മറു തുണിയില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ കരുതലോടെയും തയ്യാറെടുപ്പോടെയുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടുന്നു എന്ന പ്രതീതിയാണ് CPM സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സുധാകരൻ ആ പാർട്ടി ചട്ടക്കൂട് വിട്ട് പുറത്തു വന്നതോടെ, സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ CPM വീണ്ടും ഞെട്ടിത്തുടങ്ങി. തൊട്ട് പിന്നാലെയായിരുന്നു പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള V. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനുമൊക്കെ കണ്ണൂർ ജില്ലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ ഇറങ്ങിയത്. ഇത് CPM-നുണ്ടാക്കിയിരിക്കുന്നത് കടുത്ത അങ്കലാപ്പാണ്. കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ വിള്ളൽ അടയ്ക്കാനാകാത്ത വിധം വീണു കഴിഞ്ഞു. സുധാകരനെയും PK ശശിയും മറുകണ്ഠം ചാടിച്ച് വിസ്മയം സൃഷ്ടിച്ച കോൺഗ്രസ് ആകട്ടെ ടീം UDFൻ്റെ ബലത്തിൽ K. സുധാകരൻ സൃഷ്ടിച്ച വിസ്മയത്തിൽ വിറച്ചു. സുധാകരൻ എന്ന കരുത്തിന് മുന്നിൽ ഹൈക്കമാൻഡ് അടിയറവ് പറഞ്ഞു. ടീം UDF ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നേടുന്നതെന്ന് വീരവാദം മുഴക്കിയ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഇപ്പോൾ വാക്കുകളില്ല. K. സുധാകരൻ്റെ മത്സരത്തിൻ്റെ വിഷയത്തിൽ സുധാകരന് ഹൈക്കമാൻഡ് സീറ്റ് കൊടുത്തില്ലെങ്കിലും VD സതീശൻ പരിഹാസ്യനായി മാറി. ഇപ്പോഴത്തെ ഗതികേട് മറ്റ് മുന്നണികളിലെ എതിർ സ്ഥാനാർത്ഥികളോടല്ല, ആദ്യം സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോടാണ് കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കേണ്ടി വരുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കുള്ള ഗതികേട് അതാണെന്നാണ് ഏറ്റവും കഷ്ടകാലം. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി മോഹികൾ മാത്രമല്ല, മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടിരുന്നവരുമൊക്കെ കോട്ടം തയ്പ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ സ്വന്തം MLA കഴിഞ്ഞെന്ന കോൺഗ്രസ് ഇതേ ആരോപണം നേടുന്ന PK ശശിയെ CPM-ൽ നിന്നും സ്ഥാനാർത്ഥിയാക്കിയത് തെല്ലൊന്നുമല്ല വിമർശനം ഏറ്റുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കണ്ടകശനിയാണ് CPM-നും UDF-നുമൊക്കെ. കോൺഗ്രസിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. UDF-ലെ ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗ് മാത്രമാണ് ഒരല്പമെങ്കിലും ശക്തി കാട്ടുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഗോതയിൽ അവരും തകർന്ന് തരിപ്പണമാകുമെന്ന കാലം അതിവിദൂരവുമല്ല. അതിനി ആഴ്ചകൾ വേണ്ടി മാത്രം. ഈ ഒരു അവസ്ഥയിലാണ് BJPയുടെ പ്രസക്തി കേരളത്തിലെ ജനം ഓർക്കേണ്ടത്. ബദലാണ് വേണ്ടത്, ഒരു മാറ്റമാണ് വേണ്ടത്, വികസിത കേരളമാണ് വേണ്ടത്. അതിന് ജനം ചെയ്യേണ്ടത് ഇത്ര മാത്രം: BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥികളെ വോട്ട് നൽകി വിജയിപ്പിക്കുക.